കോഴിക്കോട് സ്പർശ ഗോൾഡിൽ നിക്ഷേപ തട്ടിപ്പിനിരയായെന്നാരോപിച്ച് ഉടമയുടെ തൊട്ടിപ്പാളിലെ വസതിയിലേക്ക് നിക്ഷേപകരുടെ പ്രതിഷേധം. സ്വർണ്ണാഭരണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ചാണ് സ്പർശ ജ്വല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ രംഗത്തെത്തിയിരിക്കുന്നത്. തൊട്ടിപ്പാൾ സ്വദേശി രാകേഷ് എന്നയാൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പ്രതിഷേധത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി സലീം, ജോയിന്റ് സെക്രട്ടറി ജെയ്സൺ, പ്രസിഡന്റ് സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ഷൈജു, ട്രഷറർ ഷാബിറ സജിൻ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് സ്വദേശികളായ സ്ത്രീകളടക്കമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ചാൽ ലാഭം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പിന്നീട് പണം നൽകാതെ നിക്ഷേപകരെ കബളിപ്പിക്കുകയും ആയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. 25 വർഷമായിട്ട് KR ജ്വല്ലറി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ 3 പേരടങ്ങണ സംഘം എൻ്റെ ഷോപ്പിലെത്തിയിട്ടാണ് ഈ സ്പർശ ഗോൾഡ് പരിചയപ്പെടുത്തുന്നതും ഇതിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണതും. അതിന് തൊട്ട് തന്നെ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്തോടം ഷോപ്പ് തുറക്കുകയോ അതിലൂടെ ഇത് കോഴിക്കോടത്തെ മാത്രമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ അതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം വെച്ചാൽ കഴിഞ്ഞ മാർച്ചിൽ തൊട്ടിട്ട് ഇവർ തരുന്ന ക്യാഷൊന്നും വരുന്നില്ല, ഗോൾഡ് എടുക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ട ആളുകളാണ് വാടക കൊടുക്കുന്നത്. ബാങ്ക് ലോൺ എടുത്ത ആളുകൾ, ക്യാൻസർ ബാധിച്ച ആളുകൾ, ഓരോ അസുഖങ്ങൾ, ഓട്ടിസം ബാധിച്ച കുട്ടി, അപസ്മാരം ഇളകി വീണ, ഇങ്ങനെ മരുന്ന് മേടിക്കാൻ 10 പൈസ ഇല്ലാത്ത ആളുകളെ ഓൻ പറഞ്ഞത് എന്താ വെച്ചാൽ പാവങ്ങളെ പൈസ വാങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാവങ്ങളോട് സംസാരിച്ചിട്ട് അവർ 1,50,000 ഒക്കെ ഇട്ടിട്ട് ഈ പൈസ ആദ്യം വരെ ആളുകൾക്ക് കൊടുത്ത് പുതിയ പൈസ കഴിഞ്ഞ മാർച്ചിൽ ഇത് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, മാസ്റ്റർ നിർത്താൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പുതിയ ആളുകളോട് കുറേ പൈസ വാങ്ങിയിട്ടതിൻ്റെ ശേഷം പിന്നെ ഫ്രീസായി, അക്കൗണ്ട് ഫ്രീസായി എന്നാണ് പറഞ്ഞത്. പിന്നെ ഓരോരോ ഡേറ്റ്, കാരണം ഞാൻ അവരെ 2 ആൾ, ഈ ഏട്ടനെയും അഞ്ചനെയും ഞാൻ കണ്ടത് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ മാതിരി അവരെ കൂടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടും വന്നിട്ടും പോയിട്ടും ഒക്കെ എല്ലാവരുമായിട്ട് ഓരോ റിസോർട്ടിലും ഇവർ ഓരോ മീറ്റിംഗ് നടത്തും. ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകൾ അതിൽ വരും, ജോയിൻ ചെയ്യും. പല നാട്ടിലും, കണ്ണൂരും കാസർഗോഡും കാഞ്ഞങ്ങാടും തലശ്ശേരിയും വടകരയും കോഴിക്കോടും എറണാകുളം തൃശ്ശൂരും എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളും പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ ദ്രോഹിക്കാനോ ഒന്നിനല്ല, നമ്മൾ ഈ പാവങ്ങളെ പൈസ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു തരണം, ഇതിന് മാത്രമാണ് മുന്നിട്ടിറങ്ങിയത്. അല്ലാണ്ട് അവരെ മേലേക്ക് ഒന്നിനും പോകാനല്ല, അവർ പല ഭീഷണിയാണ് തരുന്നത്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഈ സ്പർശ ഗോൾഡ് ഡയമണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജ്വല്ലറികൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാരിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ണീരിലേക്ക് അയറ്റി വിടുന്നൊരു സിസ്റ്റത്തിലേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം നമുക്ക് 350 കോടിയോളം ഇവർ പറ്റിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മൾ തിരിച്ചു ചോദിച്ചപ്പോഴൊക്കെ പല കാരണങ്ങളും പറഞ്ഞായിട്ട് ഇങ്ങനെ നേരം വയ്ക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ജ്വല്ലറിയിൽ നിക്ഷേപിച്ച ഫണ്ട് വരെ അവർ ഒരു മാസം മുമ്പ് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ പറഞ്ഞത് എനിക്ക് കിട്ടും പോലെ വാങ്ങിക്കൊള്ളണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടും പോലെ വാങ്ങുന്ന പറഞ്ഞിട്ട് നമ്മൾ ജനകീയമായിട്ട് എല്ലാവരും കൂട്ടിച്ചേർത്തും കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇവൻ്റെ വീട്ടിൽ വന്നതായിട്ട് ഒരുപാട് ആൾക്കാർ, അതിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതാക്കിയ ആൾക്കാരുണ്ട്, മരണപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ ദുരന്തങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണം വെച്ചാൽ അവൻ്റെ അടുത്തുനിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഫണ്ട് തിരിച്ച് കിട്ടിയാൽ മതി. അവനിപ്പോൾ പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി, പുതിയൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് റോയൽ കാസിനോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് വെറും 3 മാസം കൊണ്ട് 17 കോടി രൂപയോളം ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെന്നിട്ട് എന്താ വെച്ചാൽ അവർ പറഞ്ഞ വർത്തമാനത്തിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലായാലും മറ്റുള്ള കാര്യത്തിലായാലും അവൻ പണം കൊടുത്ത് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പല സ്റ്റേഷനിലും ഒരു വർഷമായിട്ട് നമ്മൾ പല സ്റ്റേഷനിലും പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നിയമ നടപടി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത നടപടി കാര്യങ്ങളിലേക്ക് എല്ലാ സ്റ്റേഷനിലും പോയിട്ട് നമ്മൾ FIR തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ സ്വാധീനം വെച്ചിട്ട് ഇപ്പം പല കാര്യങ്ങളും ചെയ്ത് നമുക്കെതിരെ കൊട്ടേഷൻ വരെ ഇവൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലായി പിന്നെ മകളെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് മകൾക്ക് കൊടുത്ത സ്വർണം വീട്ടിലാരും അറിയാതെ അവളത് വിറ്റിട്ട് ഏജൻറ്റിന് കൊണ്ടുപോയി കൊടുത്ത് 2.5 ലക്ഷം രൂപ. അപ്പോൾ അവളെ ഭർത്താവ് അവളെടുത്ത് അവളെ സ്വർണം ചോദിച്ചപ്പോൾ പിന്നെ അവളൊന്നും പറയാതായി, പ്രശ്നമായി. മകളെ വീട്ടിൽ കൊടുന്നാക്കിയപ്പോൾ മാനസികമായ അച്ഛനാണ്, അസുഖത്തിൻ്റെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛന് ടെൻഷനായിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു.